നെയ്തലക്കാവിലമ്മയെ ശിരസ്സിലേറി പൂരവിളംബരം അറിയിക്കാനുള്ള നിയോഗം ഇത്തവണയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാർ എന്ന കൊമ്പനാണ്. വടക്കുംനാഥ ക്ഷേത്രത്തോട് ചേർന്ന ആനപ്പറമ്പിൽ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ശിവകുമാർ. നാളെ രാവിലെയാണ് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം തുറക്കാനെത്തുക. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് പകരക്കാരനായി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം തുറക്കാനെത്തിയത് 2020 പൂരത്തലേന്നാണ്. തെക്കേ ഗോപുരത്തിന് അഭിമുഖമായി നിലയുറപ്പിക്കുന്ന ആൾക്കൂട്ടത്തിന്റെ ആരവത്തിലേക്ക് ഇത്തവണയും ശിവകുമാർ എത്തും. അവിടെ നിന്ന് ശ്രീമൂല സ്ഥലത്തെ നിലപാട് തറയ്ക്ക് സമീപം 3 തവണ ശംഖൂതുന്നതോടെയാണ് പൂരവിളംബര പ്രഖ്യാപനം പൂർത്തിയാവുക. ആനപ്പറമ്പിൽ ഇപ്പോൾ പൂരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശിവകുമാർ. 10 അടികളുടെ മുകളിലുള്ള നാട്ടാനകളിൽ പെട്ട ആനയാണ്. ഏറ്റവും വലിപ്പമുള്ള ഒരു ആന തന്നെ പറയാം. ആള് ഈ പറഞ്ഞ പൂരത്തിനുള്ള ഒരുക്കങ്ങളിലാണ് ഞങ്ങളിപ്പോ കഴുകലും കാര്യങ്ങളായിട്ട് വളരെ സന്തോഷത്തിലാണ്. മെയ് 1 പൂരം ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പുമായി ശിവകുമാറുമുണ്ടാകും. പൂര വിളംബരം നടത്തുന്നതും ഉപചാരം ചൊല്ലി പിരിയുന്നതും ഒരു ആന തന്നെയാണ്. നമ്മുടെ ശിവകുമാർ ആയതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ശിവകുമാറിന്റെ ഫാൻസ് എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ്. നാളെ രാവിലെയാണ് കുറ്റൂർ ദേശത്ത് നിന്ന് നെയ്തലക്കാവിൽ അമ്മയെയും വഹിച്ച് ശിവകുമാറിന്റെ എഴുന്നള്ളത്ത്. മറ്റന്നാളാണ് തൃശൂർ പൂരം. മെയ് 1 ഉപചാരം ചൊല്ലൽ. ന്യൂസ് 18 തൃശൂർ. നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യമന്ത്രിയുടെ മിന്നൽ സന്ദർശനം. കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുണ്ടായിട്ടും രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് അയക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം. വിവിധ വാർഡുകളും രജിസ്റ്ററുകളും പരിശോധിച്ച മന്ത്രി നിലവിലെ സാഹചര്യം അനുവദിക്കാനാകില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ബഹുനില കെട്ടിടങ്ങളും ഡോക്ടർമാരും ജീവനക്കാരും ഏറെ ഉണ്ടായിട്ടും കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കാത്തതിൽ വ്യാപക പ്രതിഷേധമായിരുന്നു ഉയർന്നത്. 100-ലേറെ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ മന്ത്രി എത്തുമ്പോൾ 3 രോഗികൾ മാത്രമാണ് വാർഡിലുണ്ടായിരുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. മൂന്നാർ സന്ദർശിച്ച് മടങ്ങിയ തൃശൂർ സ്വദേശി കാർത്തിക്, എരുമേലി സ്വദേശി അരവിന്ദ് എന്നിവരാണ് മരിച്ചത്. അപകടം നടന്ന ഉടനെ നാട്ടുകാർ ഇരുമ്പുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ബൈക്കിൽ മൂന്നാർ സന്ദർശിച്ച് മടങ്ങിയ 6-അംഗ സംഘത്തിൽപ്പെട്ടവരാണ് ഇരുവരും. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കാസർഗോഡ് നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം റെസ്റ്റോറന്റിൽ പാഴ്സൽ വാങ്ങാൻ നിർത്തിയിട്ട കാറിന്റെ മുൻഭാഗത്താണ് തീ പടർന്നത്. കാറിന്റെ മുൻഭാഗം നിന്ന് പുകയുരുകയും തീ പടരുകയുമായിരുന്നു. കാറിലുണ്ടായിരുന്ന സ്ത്രീ ഉടൻ പുറത്തിറങ്ങിയതിനാൽ ആളപായമുണ്ടായില്ല. സംഭവസ്ഥലത്തുണ്ടായിരുന്നവരുടെ അവസരോചിത ഇടപെടലിൽ വലിയ അപകടമാണ് ഒഴിവായത്. പെരുമ്പാവൂരിൽ തീച്ചൂളയിൽ വീണ അതിഥി തൊഴിലാളിയുടെ മൃതശരീരം കണ്ടെത്തി. ഇന്ന് രാവിലെ തുടങ്ങിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാവിലെയാണ് ദാരുണമായ സംഭവം നടന്നത്. പെരുമ്പാവൂർ ഓടക്കാലി യൂണിവേഴ്സൽ പ്ലൈവുഡ് കമ്പനിയിലെ മാലിന്യം വലിയ കുഴിയിൽ നിക്ഷേപിച്ച ശേഷം തീ കത്തിക്കുന്നതിനിടയിലാണ് സംഭവം. മാലിന്യം കത്തിച്ച ശേഷം വാട്ടർ പമ്പ് ഉപയോഗിച്ച് നനയ്ക്കുന്നതിനിടെ കൽക്കത്ത സ്വദേശിയായ നസീർ 15 അടി താഴ്ചയുള്ള തീച്ചൂളയിലേക്ക് വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ അഗ്നിശമന സേന സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും നസീറിനെ കണ്ടെത്താനായില്ല. തുടർന്ന് ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചപ്പോഴാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മാലിന്യക്കുഴിയുടെ നീളവും വ്യാപ്തിയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് സമാന്തരമായി കുഴിയുണ്ടാക്കിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ന്യൂസ് 18 കൊച്ചി. കേരളത്തിന്റെ മാംഗോ സിറ്റിയായ മുതലമടയിൽ ഇത്തവണയും മാങ്ങ ഉൽപാദനത്തിൽ വൻ ഇടിവ്. മുൻകാലങ്ങളെക്കാൾ 50% താഴെയാണ് ഇത്തവണ ഉൽപാദനം. ഇതിന് പുറമെ മാങ്ങയ്ക്ക് വില കുറഞ്ഞതും കർഷകരെ പ്രതിസന്ധിയിലാക്കി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് മുതലമടയിലാണ്. 3000 ഏക്കറോളം സ്ഥലത്താണ് മുതലമട പഞ്ചായത്തിലെ മാവ് കൃഷി. ഒരു വർഷം 70,000 മുതൽ 1,00,000 ടൺ വരെ ഉൽപാദനം നടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഉൽപാദനം കുറഞ്ഞു വരുന്നു. ഇത്തവണയും 50% താഴെ മാത്രമാണ് ഉൽപാദനം. ഇത്തവണ മുതലമടയിൽ മാങ്ങ ഉൽപാദനം ഏകദേശം 1/3 ഭാഗമേ ഉള്ളൂ. മാങ്ങ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് മാങ്ങ ഉൽപാദനം മൊത്തത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. അത് ഈ അവസ്ഥയിലേക്ക് വന്ന് ഇങ്ങനെ ഇത്രയും കൃഷിക്കാർക്ക് ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ മാങ്ങയുടെ വില അവസാന ഘട്ടം കൊണ്ട് വിലയും താഴ്ന്നുപോയി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി ഏത് രീതിയിൽ തരണം ചെയ്യുന്നതെന്ന് ഇവിടെയുള്ള കൃഷിക്കാർക്ക് തന്നെ ഒന്നും അറിയാത്തൊരവസ്ഥയിലായി. ഉൽപാദനത്തിലെ ഇടിവിന് പുറമെ വിലക്കുറവും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. അൽഫോൺസ, ഹിമാപസന്ത്,
ബങ്കനാപ്പള്ളി തുടങ്ങിയ പ്രധാന ഇനങ്ങൾക്കെല്ലാം വില കുറഞ്ഞു. 400 കോടിയുടെ നഷ്ടമെങ്കിലും ഇത്തവണ ഉണ്ടാകുമെന്നാണ് കർഷകർ പറയുന്നത്. ഏകദേശം ഒരു 500 കോടി രൂപയോളം നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. ശരാശരി മുൻകാലങ്ങളിൽ എത്ര വരുമാനം ഉണ്ടായിരുന്നതാണ്? ഏകദേശം ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ച പോലെ ഒരു 800 തൊട്ട് 1000 കോടിയോളം വരുമാനമുള്ളൊരു സ്ഥലമാണ് മുതലമട ഒരു സീസണിൽ. ആദ്യകാലങ്ങളിൽ നവംബർ മുതൽ മുതലമടയിൽ മാവ് കായ്ച്ചു തുടങ്ങിയിരുന്നു. ഈ സമയങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൽപാദനമില്ലാത്തതിനാൽ മികച്ച വില കിട്ടാൻ കാരണമായി. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് ഇവിടുത്തെയും ഉൽപാദനം. ഇതും വിലക്കുറവിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. സെർവർ തകരാറ് കാരണം സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങുന്നത് പതിവായതോടെ ബുദ്ധിമുട്ടിലാണ് സാധാരണക്കാർ. റേഷൻ വിതരണം സ്ഥിരമായി മുടങ്ങുന്നതോടെ പലയിടങ്ങളിലും ഉപഭോക്താക്കളും വ്യാപാരികളും തമ്മിലുള്ള വാക്കേറ്റവും പതിവായി. അതേസമയം സെർവർ തകരാർ ഉടൻ പരിഹരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. തുടർച്ചയായുള്ള സെർവർ തകരാറാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തെ അവതാളത്തിലാക്കിയിരിക്കുന്നത്. കാർഡുമായി കടയിലെത്തുന്നവർക്ക് മണിക്കൂറുകൾ കാത്തുനിന്നാലും റേഷൻ സാധനങ്ങൾ ലഭിക്കാത്ത അവസ്ഥ. മാസാവസാനത്തിൽ റേഷൻ സാധനങ്ങൾ വാങ്ങാനെത്തിയവരാണ് കൂടുതൽ ബുദ്ധിമുട്ടിലായത്. 2 ആഴ്ചയായി മിച്ചം ശരിയല്ല പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. റേഷനും ഇല്ല, ഒന്നും ഇല്ലാതെ മിണ്ടാതെ വഴക്കിന് പറഞ്ഞ് മിണ്ടാതെ ഞങ്ങൾ പോകും. വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അതിനൊരു പോംവഴി എന്താണെന്ന് വെച്ചാൽ കാണിക്കും. സെർവർ തകരാറിലായതോടെ റേഷൻ സാധനങ്ങൾ നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ. റേഷൻ സാധനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് പലയിടങ്ങളിലും വ്യാപാരികളും കാർഡ് ഉടമകളും തമ്മിലുള്ള വാക്കേറ്റങ്ങളും പതിവായി. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയുമില്ല, കട തുറന്നു ഇവിടെ ഇരിക്കാൻ. നാട്ടുകാരുടെ പ്രബോധനമായ ഒരു രീതിയിലുള്ള സംസാരം ഞങ്ങൾക്ക് വളരെ വിഷമമാണ്. ദിവസങ്ങളായി ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഞങ്ങൾ ഈ പോസ്റ്റ് മെഷീന് ഇന്നലെ ഓഫാക്കിക്കൊണ്ട് ഇന്നലെ 11 മണി മുതൽ ഞങ്ങൾ സമരത്തിലായിരുന്നു. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇന്നും അതുപോലെ തന്നെ സ്തംഭനാവസ്ഥയിലാണ്. റേഷൻ വിതരണം തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം റേഷൻ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചിരുന്നു. അതേസമയം 29-ന് സെർവർ തകരാർ പരിഹരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് 18 പത്തനംതിട്ട. കോതമംഗലം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് ADS കുടുംബശ്രീ വാർഷികം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് ബിനു ജയകുമാർ അധ്യക്ഷത വഹിച്ചു. കമല കണ്ണിയമ്മയ്ക്ക് വിദ്യാഭ്യാസം നേടാൻ പ്രായം ഒരു തടസ്സമായില്ല. കേന്ദ്ര സർക്കാരിന്റെ പട്ന ലിഗ്ന അഭിയാൻ സാക്ഷരതാ പദ്ധതിയിൽ ചേർന്ന് ഈ അമ്മ പരീക്ഷ എഴുതിയത് 108ാം വയസ്സിലാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കൂടിയ സാക്ഷരതാ പഠിതാവാണ് കട്ടപ്പന വണ്ടൻമേട് സ്വദേശിനിയായ കമല കണ്ണിയമ്മ. ഇത് കമല കണ്ണി. പ്രായം 109. ആദ്യമായി അക്ഷരം പഠിച്ചത് കഴിഞ്ഞ വർഷം. കമല കണ്ണി എന്ന പേര് ബുക്കിൽ ആദ്യമായി എഴുതിയതിന്റെ സന്തോഷം ഇനിയും മാറിയിട്ടില്ല. വീട് വരെ പുറവ് വീതി വരെ മനകി കാട് വരെ പുള്ളൈ കളച്ച് വരയാറോ വീട് വരെ പുറവ് വീതി വരെ മനകി കാട് വരെ പുള്ളൈ കളച്ച് വരയാറോ. തമിഴ്നാട് കമ്പം സ്വദേശികളായ കമല കണ്ണിയുടെ കുടുംബം ഇടുക്കിയിലേക്ക് കുടിയേറിയിട്ട് 1 നൂറ്റാണ്ടാകുന്നു. ഏലത്തോട്ടത്തിൽ പണി തേടി എത്തിയവർ പിന്നീട് ഇവിടെ സ്ഥിരതാമസമാക്കി. പഴയ ഓർമ്മകൾ കമല കണ്ണിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. കഴിഞ്ഞ വർഷമാണ് സാക്ഷരതാ പ്രവർത്തകർ വണ്ടൻമേട് ഇഞ്ചപ്പടപ്പിലെത്തി സാക്ഷരതാ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. കേട്ടയുടൻ അക്ഷരം പഠിക്കാൻ കമല കണ്ണിയമ്മ തയ്യാറായി. ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിനിയും കമല കണ്ണിയായിരുന്നുവെന്ന് സാക്ഷരതാ പ്രവർത്തകർ പറയുന്നു. പഠനം തുടങ്ങിയപ്പോൾ മുതൽ അമ്മയുടെ കയ്യിൽ ഒരു ബുക്കും പേനയുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും എഴുതാൻ തയ്യാർ. കമല കണ്ണി എന്ന് മലയാളത്തിലും തമിഴിലും മാറി മാറി എഴുതും. വയസ്സ് 109 ആയെങ്കിലും രോഗങ്ങൾ ഒന്നുമില്ല. ചെറുപ്പത്തിൽ കാട്ടുകിഴങ്ങുകളും പച്ചച്ചീരയും ഒക്കെയായിരുന്നു ഭക്ഷണം. അതാണ് തൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്ന് കമല കണ്ണി പറയുന്നു. 4ാം തലമുറയിലെ പേരക്കുട്ടികൾക്കൊപ്പമാണ് വണ്ടൻമേട്ടിൽ താമസം. കമല കണ്ണി അമ്മയുടെ നേട്ടത്തിൽ കുടുംബവും ഏറെ സന്തോഷത്തിലാണ്. അറിവ് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രായം ഒരു തടസ്സമാകില്ല. അത് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് കമല കണ്ണിയമ്മ. ന്യൂസ് 18 ഇടുക്കി. വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ അധ്യാപകന് 29 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും. എറണാകുളം നടമുറി മഞ്ഞപ്രയിലെ
പലട്ടി ബെന്നി പോളിനെയാണ് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി 2 കേസുകളിലായി ശിക്ഷിച്ചത്. ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ബെന്നി പോൾ. 2017 പെരിന്തൽമണ്ണ പോലീസ് എടുത്ത കേസുകളിലാണ് ശിക്ഷ. പിഴത്തുക ഇരകളായ കുട്ടികൾക്ക് നൽകും. എറണാകുളം കവളങ്ങാട് പഞ്ചായത്തിലേക്ക് LDF പ്രവർത്തകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. UDF ഭരണസമിതിക്കെതിരെയായിരുന്നു പ്രതിഷേധം. ധർണ CPIM കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. TH നൌഷാദ് അധ്യക്ഷനായി. CPM കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദാണ് ഉദ്ഘാടനം ചെയ്തത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്ര പരിസരങ്ങളിലെ മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്ത് ദേശം പടിഞ്ഞാറ്റിൻകര പ്രവർത്തകർ. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നിരത്തിലടിഞ്ഞ മാലിന്യമാണ് നീക്കം ചെയ്തത്. ഹരിതകർമ്മസേനയുടെ സഹായത്തോടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു നൽകുകയും അണുനാശിനി ക്ഷേത്ര പരിസരങ്ങളിൽ തളിക്കുകയും ചെയ്തു. കേരള ചിക്കൻ പദ്ധതിയിൽ പണം മുടക്കിയ കർഷക കുടുംബങ്ങൾക്ക് വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി പണം മടക്കി നൽകുന്നില്ലെന്ന് പരാതിയുമായി ബ്രഹ്മഗിരി ചിക്കൻ ഫാമേഴ്സ് ഫെഡറേഷൻ രംഗത്ത്. 94 കർഷക കുടുംബങ്ങൾക്കായി ലഭിക്കാനുള്ളത് 3.5 കോടി രൂപയെന്നും കടബാധ്യത കാരണം ആത്മഹത്യയുടെ വക്കിലാണെന്നും കർഷക ഫെഡറേഷൻ ഭാരവാഹികൾ പറയുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് 2018 ഡിസംബർ 30-ന് മലപ്പുറത്ത് മുഖ്യമന്ത്രി കേരള ചിക്കൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ ആവശ്യമായ കോഴികളെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 4 നോഡൽ ഏജൻസികളെയാണ് സർക്കാർ പദ്ധതി നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി, കേരള പൗൾട്രി മിഷൻ, കെപ്കോ, കുടുംബശ്രീ ഇവയിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിലാണ് CPM വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി ഫാം നടത്തി വന്നത്. ഈ പദ്ധതിയിൽ പങ്കാളികളായ കോഴി കർഷകർക്കാണ് മാസങ്ങളായിട്ടും പണം ലഭിക്കാത്തത്. ജനുവരിയിൽ പണം ആവശ്യപ്പെട്ട ഇവർ സമരം നടത്തിയപ്പോൾ മാർച്ച് 31-ന് നൽകാമെന്നായിരുന്നു സൊസൈറ്റി അന്ന് നൽകിയ ഉറപ്പ്. മാർച്ച് 31-ന് എന്തായാലും നിങ്ങൾ പൈസ തരുന്നുള്ള ഒരു വ്യവസ്ഥ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അഥവാ തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ 1000 കോഴിക്ക് ഒരു ബാച്ച് കണക്കാക്കി 5000 രൂപ നഷ്ടപരിഹാരമായിട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതും കിട്ടുന്നില്ല. 4 ഏജൻസികളിൽ ബ്രഹ്മഗിരി സൊസൈറ്റി മാത്രമാണ് കർഷകരിൽ നിന്ന് കോഴി ഒന്നിന് 130 രൂപ വീതം വാങ്ങിയത്. ഭീമമായ തുക മുടക്കി ഷെഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയ കർഷകർ ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് വായ്പ എടുത്തു. ഇവരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്ത പൈസയില്ല, ഈ ലോണും അടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ തൊഴിൽ തന്നെ ഇല്ലാതായിരിക്കുകയാണ് സത്യത്തിൽ. 2018-2019 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 38 കോടി രൂപ വകയിരുത്തിയെങ്കിലും പണം ലഭിച്ചില്ല. പദ്ധതിക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഫണ്ടുകൾ ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ബ്രഹ്മഗിരി വിശദീകരിക്കുന്നു. സമയബന്ധിതമായി സർക്കാർ സബ്സിഡി നൽകാത്തതിനാലും സൊസൈറ്റിയുടെ കെടുകാര്യസ്ഥിതിയുമാണ് പദ്ധതി പ്രതിസന്ധിയിലാക്കിയതെന്നാണ് കർഷകരുടെ ആരോപണം. തങ്ങളുടെ പരാതിയിൽ അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ കുടുംബസമേതം സമരരംഗത്തിറങ്ങാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് തളിയിലെ കണ്ടംകുള സ്വതന്ത്ര സുവർണ ജൂബിലി ഹാളിന്റെ പേര് മാറ്റിയ സംഭവത്തിൽ സമരം ശക്തമാക്കാനൊരുങ്ങി തളി പൈതൃക സംരക്ഷണ സമിതി. കോഴിക്കോട് കോർപ്പറേഷന്റെ നടപടിക്കെതിരെ സംഘപരിവാർ സംഘടനകൾ പൈതൃക സംരക്ഷണ സമിതിക്ക് പിന്തുണയുമായെത്തി. സ്വതന്ത്ര സമരസേനാനി മുഹമ്മദ് അബ്ദുറഹ്മാന്റെ പേരിടാൻ അനുവദിക്കില്ലെന്ന് പൈതൃക സംരക്ഷണ സമിതി അറിയിച്ചു. പുതുക്കിപ്പണിഞ്ഞ തളി കണ്ടംകുളം സ്വതന്ത്ര സുവർണ ജൂബിലി ഹാളിന് സ്വതന്ത്ര സമരസേനാനി മുഹമ്മദ് അബ്ദുറഹ്മാന്റെ പേര് നൽകിയ സംഭവത്തിലാണ് തളി പൈതൃക സംരക്ഷണ സമിതി രംഗത്ത് വന്നത്. മാൻഹോളിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ മരിച്ച നൌഷാദിന്റെ നാമകരണം ചെയ്ത തളിയിലുള്ള പാർക്കിനെതിരെയും പൈതൃക സംരക്ഷണ സമിതി രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യത്തിനു വേണ്ടി വീരചരമം പ്രാപിച്ചവരുൾപ്പെടെയുള്ള തളിയിൽ അവരുടെ പേരിൽ ഒന്നുമില്ലെന്ന് പൈതൃക സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു. കണ്ടംകുളം ഹാളിന്റെ പേര് മാറ്റാൻ അനുവദിക്കില്ലെന്നും പാർക്കിന് നൌഷാദിന്റെ പേരിടുന്നതിനെതിരെയും സമരപരിപാടികൾ ശക്തമാക്കും. നമ്മൾ ഒരു നാമകരണം ചെയ്യുമ്പോൾ അതേ പേരായിരിക്കും അവസാനം വരെ വരിക, ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, അത് റിനോവേഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിന് വേറെ പേര് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പേരിൽ സ്വതന്ത്ര ജൂബിലി മെമ്മറി ഹാളിനെ പുതിയൊരു പേര് ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത് ഇതേപോലെ വേറെയും ടാഗോർ സെൻട്രി ഹാള് റിപ്പയർ ചെയ്തിട്ടുണ്ട്, അവിടെയും റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയൊന്നും പേര് കൊടുത്തിട്ടില്ല. ടൗൺ ഹാൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്, അവിടെയും പേര് കൊടുത്തില്ല. അപ്പോൾ ഇവിടെ മാത്രം എന്താ അത്ര നിർബന്ധം? പൈതൃക സംരക്ഷണ സമിതിക്ക് പിന്തുണയുമായി സംഘപരിവാർ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. പേര് മാറ്റിയതിനെതിരെ BJPയും സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. തളിയിലെ പ്രതിഷേധത്തെ തുടർന്ന് കോഴിക്കോട് മേയർ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. സ്വതന്ത്ര സമരസേനാനിയുടെ പേര് കണ്ടംകുളം ഹാളിന് നൽകിയതിൽ തെറ്റില്ലെന്നാണ് കോർപ്പറേഷൻ അധികൃതരുടെ നിലപാട്.
ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം വർക്കലയിൽ നടന്ന തീരസദസ്സിന് സമാപനം. മാന്തര, ചിലക്കൂർ, ഗ്രാലിക്കുന്ന് കോളനികളുടെ നവീകരണം ഈ വർഷം നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പുന്നമ്പൂട്, പുത്തൻചന്ത എന്നിവിടങ്ങളിലെ മത്സ്യ മാർക്കറ്റും നവീകരിക്കും. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. വർക്കല മണ്ഡലവുമായി ബന്ധപ്പെട്ട് 93 പരാതികളാണ് തീരസദസ്സിൽ ലഭിച്ചത്. ഇതിൽ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് 86 പരാതികളാണ് ഉണ്ടായിരുന്നത്. ഭവന സംബന്ധമായ 23 അപേക്ഷകളും ലഭിച്ചു. പുതുപ്പള്ളി രാഘവൻ അനുസ്മരണം നടന്നു. കായംകുളം പുതുപ്പള്ളിയിലെ സ്മൃതി മണ്ഡപത്തിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം അന്വേഷി സ്ഥാപക കെ അജിതയ്ക്ക് വിപ്ലവ ഗായിക PK മേദിനി സമ്മാനിച്ചു. സാഹിത്യകാരൻ മാധവൻ പുറച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ നവജാത ശിശുവിനെ വിൽപ്പന നടത്തിയ സംഭവത്തിൽ അമ്മയ്ക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കി തമ്പാനൂർ പോലീസ്. കുഞ്ഞിനെ വിറ്റവർക്കും വാങ്ങിയവർക്കുമെതിരെയാണ് കേസ്. വാങ്ങിയ കരമന സ്വദേശിയിൽ നിന്ന് തമ്പാനൂർ പോലീസ് മൊഴി രേഖപ്പെടുത്തി. നിയമ തടസ്സം ഉള്ളതുകൊണ്ടായിരുന്നു ഇതുവരെ പോലീസിന് FIR രേഖപ്പെടുത്താൻ കഴിയാതെ പോയത്. പരാതിക്കാർ ഇല്ലാത്തതിനാൽ കോടതിയിൽ പ്രത്യേകം റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അനുമതി തേടി കേസ് എടുക്കുകയായിരുന്നു. കുഞ്ഞിനെ വാങ്ങിയ കരമന സ്വദേശിയുടെ മൊഴി പൂർണ്ണമായി പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. വീട്ടുജോലിക്ക് നിന്നപ്പോഴുള്ള പരിചയത്തിൽ കുഞ്ഞിനെ വാങ്ങി എന്നാണ് മൊഴി. എന്നാൽ കരമന സ്വദേശി കോവളത്ത് റിസോർട്ടിൽ ജോലിക്ക് നിന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർക്കിടയിൽ ഇടനിലക്കാർ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്കായിരുന്നു കുഞ്ഞിന്റെ വിൽപ്പന. പ്രസവത്തിനു മുമ്പ് തന്നെ 52,000 രൂപ അഡ്വാൻസായി നൽകിയിരുന്നു. മുൻകൂട്ടി തീരുമാനിച്ചുള്ള വിൽപ്പനയാണെന്ന് ഇതോടെ പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് കുഞ്ഞ്. പൊഴിയൂർ സ്വദേശിനിയാണ് കുഞ്ഞിന്റെ അമ്മയെന്ന് പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ അവർ ഇപ്പോൾ അവിടെയില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കരിയം ഭാഗത്ത് ഇവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ലഭിക്കുകയും ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. SSF ഗോൾഡൻ 50 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം. SSF ദേശീയ പ്രസിഡന്റ് ഡോക്ടർ PA മുഹമ്മദ് ഫാറൂഖ് നൈമി ഉദ്ഘാടനം ചെയ്തു. SSF സംസ്ഥാന പ്രസിഡന്റ് TK ഫിർദൌസ് സുറൈജി സഖാഫി പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. 116 ഡിവിഷനുകളിൽ നിന്നായി 1000 പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. സുഡാനിലെ ആഭ്യന്തര കലാപത്തിന്റെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളുമായി കൊല്ലപ്പെട്ട ആൽബർട്ട് അഗസ്റ്റിന്റെ ഭാര്യയും മകളും കണ്ണൂർ ആലക്കോട്ടെ വീട്ടിലെത്തി. സുഡാൻ ഉന്ദുർമൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച ആൽബർട്ട് അഗസ്റ്റിന്റെ മൃതദേഹം ഏപ്രിൽ 30-ന് ശേഷം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. സുഡാനിൽ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം ഭർത്താവിനൊപ്പം നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു സബല്ലയുടെ തീരുമാനം. പക്ഷേ ആൽബർട്ടിന്റെ ചേതനറ്റ ശരീരം സുഡാനിലെ ആശുപത്രി മോർച്ചറിയുടെ തണുപ്പിൽ സൂക്ഷിച്ച് മകളുടെ കൈപിടിച്ച് സബല്ല നാട്ടിലേക്ക് മടങ്ങി. ഏക മകന്റെ മടങ്ങിവരവും കാത്തിരുന്ന പിതാവ് അഗസ്റ്റിൻ വിതുമ്പലടക്കി അവരെ സ്വീകരിച്ചു. 10 ദിവസം വെടിവെച്ചകൾക്കും ആശങ്കകൾക്കും നടുവിൽ ഖാർത്തൂമിലെ ഫ്ളാറ്റിലെ അടിത്തട്ടിൽ മകളെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു സബല്ല. ആൽബർട്ടിന്റെ മൃതദേഹം പോലും വെടിയേറ്റ് മരിച്ച സ്ഥലത്തു നിന്നും നീക്കാനായത് 2 ദിവസം കഴിഞ്ഞാണ്. പിന്നീട് വെള്ളവും ഭക്ഷണവും പോലുമില്ലാതെ ദിവസങ്ങൾ. ഒടുവിൽ ഓപ്പറേഷൻ കാവേരിയിലൂടെ നടത്തിയതിന്റെ ആശ്വാസം. അപ്പോഴും ആൽബർട്ട് അഗസ്റ്റിന്റെ മൃതദേഹം എന്ന് നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന ആശങ്കയിലാണ് ഉറ്റവർ. മിനിസ്റ്ററുമായിട്ട് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബോഡി ഇങ്ങോട്ട് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എംബസി ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് മിനിസ്റ്റർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അത് 30-ാം തീയതി വരെ എയർപോർട്ടുകളൊന്നും ഓപ്പൺ ആവില്ല എന്ന് ഏവിയേഷൻ്റെ കൺഫർമേഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഇനി എന്താണെന്നുള്ളത് 30-ാം തീയതിക്ക് ശേഷം അറിയാൻ പറ്റുള്ളൂ. സുഡാനിലെ ഉംദുർമൻ ആശുപത്രി മോർച്ചറിയിലാണ് ആൽബർട്ടിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. മൃതദേഹം നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ശ്രീനി ആലക്കോട്ട്, ന്യൂസ് 18 കണ്ണൂർ. തൃശൂർ നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വി യൂദാദ ദേവൂസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ നടന്ന പാട്ടുകുർബാനയ്ക്ക് മരത്താക്കര മേരി ഇമാക്കുലേറ്റ് പള്ളിയിലെ വികാരി ഫാദർ ജോബ് വടക്കൻ കാർമ്മികത്വം വഹിച്ചു. പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണവും നേർച്ചയൂട്ടും നടന്നു. നേർച്ചയൂട്ടിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു.
തൃശൂർ കോടാലിയിൽ കൗതുകമുണർത്തുന്ന മാമ്പഴം കണ്ടെത്തി. നാട്ടുമാവിൽ നിന്നാണ് ഇരട്ട മാമ്പഴം കണ്ടെത്തിയത്. 2 മാമ്പഴങ്ങൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത നിലയിലാണ്. ഇതിനുള്ളിൽ 2 വിത്തുകളുമുണ്ട്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.